ഹായ് എവ്രി വൺ. അപ്പോൾ ഞാനിവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സാണ് നമുക്ക് അലൈൻമെൻറ്റിൽ എത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് അലൈൻമെൻറ്റിൻ്റെ കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേര് നമ്മുടെ ചാനൽസ് കാണുന്നവർ എല്ലാ രീതിയിലും സ്ട്രഗിൾ ചെയ്യുന്നവരാണ്. അവർക്ക് എങ്ങനെയും ലൈഫ് ഒന്ന് മെച്ചപ്പെടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ മെച്ചപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈബ്രേഷൻസ് ഉയർത്തണം. അതിനാണ് അലൈൻമെൻറ്റ് എന്ന് പറയുക. യൂണിവേഴ്സും നിങ്ങളും തമ്മിൽ ആ ഒരു ലൈനിൽ വന്ന് കൊടുക്കുന്നതാണ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ രണ്ട് കാര്യങ്ങൾ പറയാം. കുറേ സ്റ്റെപ്പുകളുണ്ട്. ഞാനിവിടെ രണ്ട് കാര്യങ്ങൾ പറയാം. ഗ്രാറ്റിറ്റ്യൂഡ് വോക്ക് ആൻഡ് ലെറ്റ് ഗോ റൈറ്റിംഗ്. ഈ ലെറ്റ് ഗോ റൈറ്റിംഗ് ഒക്കെ ഞാൻ കുറേ പ്രാവശ്യം ലൈവ് റീഡിങ്ങിൽ നമ്മൾ സ്റ്റെപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണ്. കാരണം ഓരോരുത്തർക്ക് റീഡിങ്സൊക്കെ വരുമ്പോൾ ഈ വീഡിയോ അയച്ചു കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ലെറ്റ് ഗോ എന്ന് പറയുന്നത് പേര് പോലെ തന്നെ നമുക്ക് വേണ്ടാത്ത എനർജീസിനെ നമ്മൾ ലെറ്റ് ഗോ ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഒരു സെക്കൻഡ് കേട്ടോ. നമ്മുടെ എന്താ പറയുക, ഞാൻ ഡോറ് ക്ലോസ് ചെയ്തതാണ് കേട്ടോ. പക്ഷെ എൻ്റെ പെറ്റുണ്ട് റോക്കി, അവൻ ഡോറ് തുറന്ന് വരും. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ പുറത്തുനിന്ന് ശബ്ദങ്ങൾ കേൾക്കുമ്പോഴാണ് ഉണ്ടായത്. ഓക്കെ, നമ്മൾ ലെറ്റ് ഗോ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടാത്ത, നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റാത്ത കാർമിക് ആയിട്ടുള്ള ട്രിഗേഴ്സ് അല്ലെങ്കിൽ വിഷമങ്ങൾ, നമ്മൾ പോലും ആഗ്രഹിക്കാത്ത ചില നിമിഷങ്ങൾ, പെട്ടെന്ന് പാരൻസ് മരണപ്പെട്ടു പോവുക, അല്ലെങ്കിൽ ഹസ്ബൻഡ് വളരെ ഇല്ലായിട്ട് ട്രീറ്റ് ചെയ്യുക, നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, നിങ്ങളെപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന റിലേറ്റീവ്സ്, മദർ ഇൻ ലോസ്, അങ്ങനെ പല സിറ്റുവേഷൻസ് ഇതിലുണ്ടായിരിക്കും. ചീറ്റിങ് കിട്ടിയതായിരിക്കും, നമ്മൾ എന്തെങ്കിലും അബ്രോഡ് പോകാൻ നോക്കിയിട്ട് അതിൽ നിന്ന് ചീറ്റിങ് കിട്ടി, അങ്ങനെ പല വിഷമങ്ങളും നിങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പേടിച്ചിട്ട് ഉള്ളിൽ ഒതുക്കുന്നുണ്ടായിരിക്കും. ഈ ഉള്ളിൽ ഒതുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ആരോടും പറയണ്ട, യൂണിവേഴ്സിനോട് പറയാം. അതെങ്ങനെയാണ് യൂണിവേഴ്സിനോട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുക? സിമ്പിളാണ്. ഒരു പേപ്പർ എടുക്കുക, പെണ്ണെടുക്കുക, ഡിയർ യൂണിവേഴ്സ് എന്ന് യൂണിവേഴ്സിലേക്ക് ലെറ്റർ എഴുതി. എന്നും നിങ്ങൾ യൂണിവേഴ്സിലേക്ക് ലെറ്റർ എഴുതിയിട്ട് കൊടുക്കും. നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എഴുതാനുള്ളത്, ഇൻഫോർമലായിട്ടോ അങ്ങനെ ഫോർമലായിട്ടൊന്നുമല്ല. നമുക്ക് എന്തൊക്കെയാണോ പറയേണ്ടത്, ചിലവർ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ഇനി എഴുതേണ്ടത്, അങ്ങനെ ഒരു ഫോമാറ്റൊന്നുമില്ല. ഡിയർ യൂണിവേഴ്സ്, എനിക്കിങ്ങനെ സംഭവം ഉണ്ടായി, എനിക്കത് ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടായി, എനിക്ക് അവരോട് ദേഷ്യമില്ല, പക്ഷെ അവരെന്നോട് ഇങ്ങനെ പെരുമാറും, അങ്ങനെ എന്തൊക്കെ നിങ്ങൾക്ക് പറയാറുണ്ട്, ദേഷ്യം തോന്നി, അതും എഴുതും. നിങ്ങളുടെ സ്റ്റോറി നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതുന്നു. അതിനുശേഷം ആ പേപ്പർ ചുരുട്ടിക്കൂട്ടിയിട്ട് ബോൾ പോലെയാക്കാം. ആ ബോൾ പോലെ ആക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലേക്ക് നെഗറ്റീവായിട്ടുള്ള നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഫീലിങ്സ്, എനർജീസ് എല്ലാം അതിലേക്ക് കൊടുക്കാം. ഇങ്ങനെ അമർത്തി അതിലേക്ക്. അപ്പോൾ നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്, നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു കറുത്ത രീതിയിലുള്ള എനർജീസൊക്കെ ആ ഒരു പേപ്പറിലേക്ക് പോകുന്നത്. കാരണം നിങ്ങളുടെ സപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ എനർജീസും നമ്മൾ ആ പേപ്പറിലേക്ക് കൊടുത്തു. അതിനുശേഷം നമുക്കത് കത്തിച്ച് കളയോ അല്ലെങ്കിൽ കീറി കളയാം. അപ്പോൾ ഗൾഫിലൊക്കെ ഉള്ളവർക്ക് കത്തിച്ച് കളയാൻ പറ്റില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ കുഞ്ഞു പോർഷൻസ് ആയിട്ട് കീറിയിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ കളയാം. ഓക്കെ, അതാണ് ലെറ്റ് ഗോ മെത്തേഡ്. നല്ല പവർഫുൾ മെത്തേഡാണ്. ഞാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത്. പല രീതിയിലും ട്രിഗേഴ്സ് കിട്ടുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇതൊക്കെ വരുമ്പോഴും ഞാൻ എഴുതി കളയാറുണ്ട്. എനിക്ക് തോന്നും ഇടയ്ക്ക് എൻ്റെ എനർജിയിലേക്ക് ഏതൊക്കെ എനർജീസ് വരുന്നുണ്ടെന്ന് ഫീൽ ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ ലെറ്റ് ഗോ ലെറ്റർ ചെയ്തും കളയുന്നപ്പോൾ ഭയങ്കര സമാധാനമാണ്. അപ്പോൾ ദയവ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് ആരോടും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന ഫ്രണ്ട്സ് വളരെ ലോ എനർജിയിലായിരിക്കും. അവർക്ക് തിരിച്ച് കൂടുതൽ നിങ്ങളെ വേദനിപ്പിക്കാനായിരിക്കും പറ്റുന്നുണ്ടായിരിക്കും. ലൈക്ക് നമ്മൾ നമുക്കിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടോ എന്ന് പറയുമ്പോൾ, അയ്യോ അവരെന്താ അല്ലേ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളുടെ സബ് കോൺഷ്യസ് കൂടുതൽ പെയിനാണ് ഇട്ട് തരുന്നത്. അത് അവരറിയാതെ പറയുന്നതായിരിക്കും. അപ്പോൾ ബെറ്റർ എന്താണ്, ആരോടും വിഷമങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക, ലെറ്റ് ഗോ ലെറ്റർ എഴുതി കളയുക. കാരണം നമ്മൾ അവരെയും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാണ്, അവർക്കും കർമ്മ കൊടുക്കുകയാണ്. നമുക്ക് അറിവില്ല ഈ കർമ്മയൊന്നും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനർജി എന്ന് പറഞ്ഞാൽ അത്രയും പവർഫുള്ളാണ് കേട്ടോ, വിചാരിക്കുന്ന പോലെയില്ല. സെക്കൻഡ് മെത്തേഡ് ഗ്രാറ്റിറ്റ്യൂഡ് വാക്കിംഗ്. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് വാക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്ദി പറഞ്ഞുകൊണ്ട് നടക്കുക. മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് വാക്കിങ്ങിനൊക്കെ പോകുന്നവരാണെങ്കിൽ വാക്ക് ചെയ്യുമ്പോൾ ഞാൻ കുറേ പേര് ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ ഇവിടെയൊക്കെ ഗുരുവായൂർ ഏരിയയിൽ ഇവിടെ എല്ലാവരും നടക്കുന്നവരെ കാണാറുണ്ട്. ഇവർ നടന്നു പോകുമ്പോൾ ഓരോരോ വിഷമങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ടോക്കൊക്കെ പറഞ്ഞ് പോകും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ടെങ്കിലും കൂടുതൽ എനർജീസ് നെഗറ്റിവിറ്റി ആവുകയാണ് ചെയ്യുന്നത്. അവർക്ക് റിലാക്സ്ഡ് ആയിട്ടല്ല നടക്കേണ്ടത്. നമ്മൾ പറയുമ്പോൾ ആ ടെൻഷനൊക്കെ ആലോചിച്ച് നടന്നിട്ട് എന്താ കാര്യം, നടക്കുന്നു മാത്രമേ ഉള്ളൂ. മെൻ്റലിയും ഫിസിക്കലി ഒന്നും അവർ അവിടെ ഹാപ്പി ആവുന്നില്ല. ഹോർമോൺസ് പിന്നെയും സ്ട്രെസ്സാണ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ബെറ്റർ ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് കേൾക്കുമ്പോൾ നല്ല പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ യൂണിവേഴ്സ് താങ്ക് യു സോ മച്ച്, എൻ്റെ ലൈഫിൽ ഇത്രയും ബ്ലെസ്സിങ്സ് തന്നതിന് ഒരുപാട് നന്ദി, എൻ്റെ ലൈഫിൽ നല്ലൊരു വീട് തന്നതിന്, നല്ല ഹസ്ബൻഡ്
തന്നതിന്, അല്ലെങ്കിൽ കുട്ടികളെ തന്നതിന്, നല്ലൊരു പെറ്റിനെ തന്നതിന്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ളത് വെച്ചത് ആലോചിച്ച് താങ്ക് യു. ഉറക്കെ പറഞ്ഞ് പോകുന്ന ആൾക്കാരൊരു പ്രാന്താണ്. നമുക്ക് നമ്മളെ രീതിയിൽ യൂണിവേഴ്സ് താങ്ക് യു സോ മച്ച്. ഞാൻ എൻ്റെ പെറ്റിന് ഇന്നും വൈകുന്നേരം വൈകുന്നേരം മീൻസ് 3 to 4 സമയത്ത് അവൻ വരും. അവനെ നടക്കേണ്ട സമയമൊക്കെ ഞാൻ വരും എന്നെ വിളിക്കുന്ന നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനെ നടക്കാൻ പോകുമ്പോൾ അത്യാവശ്യം സമയം നടക്കും. ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് ചെയ്യാം. നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് അത്രയും പവർഫുൾ. നമ്മുടെ കുറേ കർമ്മ കണക്ക് സെറ്റിൽമെൻറ്റ് ചെയ്യാനും നമുക്ക് റിലാക്സേഷനും നമ്മളെ ബോഡി ചാനൽസ് നോർമലി വരാനും ചക്രാസൊക്കെ അൺബ്ലോക്ക്ഡ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡ് വാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോ ശരീരത്തിലെ ഓരോ സെൽസും റെജുവിനേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക്. ഇനി ഇതിൽ ഡൗട്ട് ഇത് ചോദിക്കേണ്ട ഒരു ഡൗട്ടും ഇല്ല. നടക്കുമ്പോൾ നിങ്ങൾക്ക് പറയേണ്ട അഫോർമേഷൻസ് പറയാം, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ. നിങ്ങൾ അലൈൻമെൻറ്റിൽ എത്താൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എപ്പോഴും ഹൈ വൈബ്രേഷനിൽ ഇരിക്കുക. ഓക്കെ, മറ്റുള്ളവരെ എന്നെയും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട. നമ്മളുടെ സമയത്താണ് നമ്മൾക്ക് കാര്യങ്ങൾ നടക്കുക. അവർക്ക് നടന്നു എന്ന് കരുതി ഇപ്പം നമ്മുടെ ഫ്രണ്ട്സും കൂടി എക്സാം എഴുതി അവർ പാസ്സായി, നമ്മൾ പാസ്സായില്ല, അപ്പോൾ നമുക്ക് ഡൗട്ട് അല്ലെങ്കിൽ നമുക്ക് ഡൗൺ ആവും. നമ്മൾ അയ്യോ അവർക്ക് കിട്ടി എനിക്ക് കിട്ടിയില്ല. അവർക്കാണ് ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് അവിടെ കർമ്മക്കണക്കില്ല, നിങ്ങൾക്ക് വേറെ സ്ഥലത്താണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ നെക്സ്റ്റ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ എത്താൻ സാധിക്കുള്ളൂ. ഒരു ഗെയിമുണ്ട്, ഇങ്ങനെ നമ്മുടെ തലേമ ഒരു ബോർഡുമ്പോ എന്തോ ഫിലിം എഴുതി തരും, നമ്മളോട് പറയില്ല, നമ്മളത് കണ്ടുപിടിക്കണം. അതുപോലൊക്കെ ഒരു ഗെയിം തന്നെയാണ്. നമ്മുടെ സോളിൽ അറിയാം, അത് നമ്മൾ അതിലേക്ക് എത്തിപ്പെടുന്ന ഗെയിമാണ്. ഈ ഒരു ചലഞ്ചസ് അല്ലെങ്കിൽ ഫെയിലിയേഴ്സ് ഹെൽപ്പ് ചെയ്യുകയാണ് നമ്മളെ. അതിലൂടെ നമ്മളുടെ സോളിൻ്റെ ആ പ്രിഫറൻസ്, സോളിൻ്റെ ഇഷ്ടത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമ്മളിപ്പോൾ തേടിക്കൊണ്ടിരിക്കും അപ്പം നമ്മളെ മുമ്പിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് വരും. അതൊക്കെ ട്രൈ ചെയ്യും. ലാസ്റ്റ് അതിൽ നിന്ന് നമ്മളെ സോളിന് വേണ്ട കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തും. എപ്പോഴും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം. ലൈഫിൽ നഷ്ടപ്പെടലുകൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആഗ്രഹിച്ച എന്തെങ്കിലും കിട്ടാതെ വരുന്നതിനൊക്കെ മനസ്സിലാക്കുക, ഈ യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. കാരണം നിങ്ങൾക്ക് അവിടെ കർമ്മമില്ല. ചിലവർ ചോദിക്കാറുണ്ട് ലൈഫിൽ എനിക്ക് അബ്രോഡ് പോകാൻ ചാൻസസ് ഉണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്, അവിടെ പോകാൻ സാധിക്കുമോ? അവിടെ അബ്രോഡാണ് ഇനി നെക്സ്റ്റ് കർമ്മ അക്കൗണ്ട്സ് ഉള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോവേണ്ടി വരും. അവിടെ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോവേണ്ടി വരില്ല. അത് എങ്ങനെയൊക്കെ നിങ്ങൾ നോക്കിയാലും നടക്കില്ല. ചിലരുടെ പൈസയൊക്കെ ചീറ്റിങ് വഴിയൊക്കെ പോകാറുണ്ടെന്ന് പറയാറുണ്ട്. ഒരു സ്ഥലത്തേക്ക് എബ്രോഡ് പോകാൻ വേണ്ടി 5 ലക്ഷം പോയി 10 ലക്ഷം പോയി എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ട്? അവർക്ക് അവിടെ എത്തിപ്പെടാനുള്ളതല്ല എന്ന് പറയുക. പിന്നെ നമ്മൾ അതിലേക്ക് പോകാൻ നോക്കുന്നത് അവരുമായിട്ട്, ഈ ഏജൻസുമായിട്ടൊക്കെ സോൾ കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും. എല്ലാം സോൾ കോൺട്രാക്റ്റ് ആണ്, മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ സൊസൈറ്റിയിൽ കുറേ മോശപ്പെട്ട രീതിയിൽ നടക്കുന്ന കുറേ സ്ത്രീകളെയൊക്കെ കാണുന്നുണ്ട്. ആദ്യമൊക്കെ ഞാനും കംപ്ലയിൻറ്റ്സ് പറഞ്ഞു, എന്തവരിങ്ങനെ ഇവർക്ക് നല്ലൊരു ജീവിച്ചൂടെ എന്ന്. പിന്നെ സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നപ്പോഴാണ് മനസ്സിലായി എല്ലാവർക്കും കോൺട്രാക്റ്റ്. ഇവർക്ക് ആ ആൾക്കാരുമായിട്ട് കോൺട്രാക്റ്റ് അത്രയും അതിൽ നിന്ന് ഇവരുടെ അടുത്തേക്ക് വരണമെങ്കിൽ ഇങ്ങനത്തെ ഒരു മെത്തേഡിലൂടെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. മനസ്സിലാവും. എല്ലാം ഒരു സോൾ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ കാർമിക് കോൺട്രാക്ട്സ് ആണ് നടക്കുന്നത്. ഓക്കെ, ഓരോരോ ജന്മങ്ങൾ കണ്ടുമുട്ടിയ ആൾക്കാരാണ് ഈ ലൈഫ് ടൈമിലുള്ളത്. അവരുമായിട്ട് ആ കണക്കുകൾ സെറ്റിൽമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ വരുന്നത് കേട്ടോ. അപ്പോൾ ലെറ്റ് ഗോ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് എന്ത് ചെയ്യുക? നിങ്ങൾ ചെയ്യുക. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ചേഞ്ചസ് കൊണ്ടുവരും. ഞാനിവിടെ എന്തെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ ആദ്യം പ്രാക്ടീസ് ചെയ്ത് നോക്കി എനിക്ക് ബെനിഫിറ്റ് കിട്ടിയതിന് ശേഷം മാത്രം ഞാൻ പറയാറുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണിത്. എനിക്ക് ലെറ്റ് ഗോ എഴുതാൻ വേണ്ടി കുഞ്ഞു ബുക്ക് ഇങ്ങനത്തെ ഉണ്ട്. അതിലെഴുതുന്നു, കത്തിച്ച് കളയുന്നു. അങ്ങനെ നിങ്ങൾ അതിനു വേണ്ടി സെറ്റ് ചെയ്ത് വെക്കുക. എപ്പോഴും ഒരു ബുക്കും പെന്നും എപ്പോഴും കയ്യിൽ കരുതുക. നമ്മുടെ ഈ ജേണി അല്ലെങ്കിൽ ഒരു ഭൂമിയിലത്തെ ജേണി എന്ന് പറയുന്നത് നമ്മളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ കുറേ വീടും അല്ലെങ്കിൽ കുറേ കാറും അതൊക്കെ വാങ്ങാട്ടോ, അതൊക്കെ സെൽഫ് ലവ് ആണ്. പക്ഷെ അതല്ല ജീവിതം എന്ന് മനസ്സിലാക്കുക. അതിലല്ല. അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ അടിമയായി നിൽക്കുക. നിങ്ങൾ സ്നേഹിച്ചു, അവർക്ക് വേണ്ടി അടിമയായി നിൽക്കുന്ന സ്ലേവായി നിൽക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. നമുക്ക് ഓരോ പർപ്പസ് ഉണ്ട്, മനസ്സിലായോ? ചിലപ്പോൾ നമ്മൾ വഴിയിൽ പോകുമ്പോൾ ഒരാൾ നോക്കി ചിരിക്കുന്നുണ്ടായിരിക്കും, അതൊരു പർപ്പസാണ്. ആ ഒരു പേഴ്സൺ അതിൻ്റെ ഒരു വൈബ്രേഷൻ കിട്ടുന്നുണ്ടായിരിക്കും, മനസ്സിലായോ? സോ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ. അതിനുശേഷം നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുമ്പോൾ നിങ്ങൾ ഈ ഒരു ചാനലിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഒന്നല്ലെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, എവിടെ വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ.
ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നല്ല രീതിയിൽ നിങ്ങൾ റിലാക്സ്ഡ് ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ അമ്മമാർ വെറുതെ മെഡിസിൻസ് കഴിക്കുന്നവരുണ്ട്, അവർക്ക് പ്രത്യേകിച്ച് BP ഇഷ്യൂസസ് ഇല്ല, അവർ ഓവർ തിങ്കിങ് ചെയ്തിട്ട്. കാരണം അവരുടെ സൊസൈറ്റി കോൺഷ്യസ്നെസ്സിൽ വളർന്നു വരുന്നത് കൊണ്ട് അവരുടെ ഇഷ്ടങ്ങൾക്ക് ഒരു കടിഞ്ഞാനിടും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ത്രോട്ട് ചക്ര, നമ്മുടെ ഹൃദയമൊക്കെ ഭയങ്കര മുറുകി. അതാണ് ഞാൻ കുറേ പേരെ ഞാനിപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുമ്പോൾ കുറേ അമ്മമാർ ക്യാൻസർ വന്ന് മരിക്കുന്നതൊക്കെ എന്തുകൊണ്ട് അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അവരുടെ ഫാദറൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ അവർക്ക് ജീവിക്കാനുള്ളൊരു റിലാക്സേഷൻ പോലും കൊടുക്കാതെ ഇവരിങ്ങനെ സപ്രസ് ചെയ്ത് സെൽസ് ഇങ്ങനെ അൺകൺട്രോളായി ഡിവൈഡ് ചെയ്ത് പോകുമ്പോഴാണ് ഈ ക്യാൻസേഴ്സ് സാധനങ്ങളൊക്കെ വരുന്നത്. ആ ഒരു ട്രിഗറിങ് എന്ന വേർഡ് ഞാൻ മെഡിസിനിൽ പഠിക്കുമ്പോൾ കേട്ടത്. ഈ ക്യാൻസറിൻ്റെ ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് ഓൺകോളജി ഇതിൽ ട്രിഗേഴ്സ് വരുമ്പോഴാണ്. അപ്പോഴാണ് ട്രിഗർ കേട്ടിട്ടുള്ളത്. ആ ട്രിഗർ പിന്നെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഞാൻ ആ ട്രിഗർ കേട്ടു. നമുക്ക് ട്രിഗറിങ്ങിലാണ്, എന്തുകൊണ്ടാണ് എന്നല്ല പല കാരണങ്ങളുണ്ടാക്കാം. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ഹെൽത്തി ആയിട്ട് പോകുമ്പോഴാണ് മെൻ്റലിയും ഫിസിക്കലിയും വെർബലി ഒക്കെ നിങ്ങൾ ഹെൽത്തി ആവുക, സെക്ഷുവലി ഒക്കെ ഹെൽത്തി ആവുക. ഓക്കെ, അപ്പോൾ ഈ 2 പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ആൻഡ് സബ് കോൺഷ്യസ് ഹീലിംഗ് ഞാൻ പറയുന്നത് നെക്സ്റ്റ് മന്തും കൂടി ഡിസംബർ വരെ ഉണ്ടായിരിക്കും. മാക്സിമം ആൾക്കാർക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക. അതിൽ ശരിക്കും ഞാൻ ഈ സബ് കോൺഷ്യസ് ഹീലിങ്ങിൻ്റെ 5,990 റുപ്പീസ് 6,000 റുപ്പീസ് കൊടുത്ത് പഠിച്ച സംഭവമാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് 1,555 ചെയ്ത് തരുന്നത്. ബിക്കോസ് എങ്ങനെയെങ്കിലും കുറേ പേര് സഫർ ചെയ്യുന്നുണ്ട്. നമ്മൾ സഫർ ചെയ്യുമ്പോൾ നമ്മളുടെ അർത്ഥത്തിലേക്ക് ആ വൈബ്രേഷൻസ് പോവുകയാണ്. അപ്പം എല്ലാവരും മാക്സിമം ഒരു നല്ല വൈബ്രേഷനിലേക്ക് വരട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ സബ് കോൺഷ്യസ് ഹീലിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ കുറേ പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. അവർക്ക് അതിൻ്റെ ലൈഫിൻ്റെ ആ ഒരു ചേഞ്ചസ് വരുന്നുണ്ട്. നമ്മളതിൽ മണി ചെക്ക് ഉണ്ട്, കുറേ ടെക്നിക്സ് ഉണ്ട്, അഡ്വാൻസ്ഡ് ഹോപ്പനൊപ്പം ടെക്നിക്സ് ഉണ്ട്, റിവേഴ്സ് ടെക്നിക് ഭയങ്കര സൂപ്പർ റിവേഴ്സ് ടെക്നിക്ക്, അതുപോലെ 7 ചക്രയുടെ ഹീലിങ്സ് ഉണ്ട്, ഇന്നർ ചൈൽഡ് ഹീലിങ്സ് ഉണ്ട്. അതുപോലെ അങ്ങനെ കുറേ കാര്യങ്ങൾ കൂടി ചേർന്നിട്ടുള്ളത് 30 ദിവസത്തെ ക്ലാസ്സിൻ്റെ കൂടി ചേർന്നതാണ് ഈ നമ്മൾ 7 ഡേയ്സിൽ തരുന്നത്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ വഴിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ 90 ദിവസം ചെയ്യുന്നുണ്ടെങ്കിൽ ലൈഫ് നിങ്ങളുടെ മാറിയിരിക്കും. 100% ഷുവർ ചെയ്യാം. നിങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും ചെയ്യാതിരിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ വാട്സപ്പിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് സൺഡേ ആണ്, ഇന്ന് എനിക്ക് ഓഫാണ്. കാരണം ഭയങ്കര സ്ട്രൈറ്റ് ഷെഡ്യൂളാണ്. എനിക്ക് എന്നെ ഒന്ന് സെൽഫ് കെയർ ചെയ്യാൻ സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ മൺഡേ റീഡിങ്സ് വേണം എന്നുള്ളവർ ഇന്ന് പേരും ഡേറ്റ് ഓഫ് ബർത്തും പേയ്മെൻറ്റ് ചെയ്തിടാം. ഓക്കെ, നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തത് കൊണ്ട് നിങ്ങളുടെ പൈസയൊന്നും പോകുന്നു അങ്ങനത്തെ ട്രസ്റ്റ് ഇഷ്യൂസ് വേണ്ട. ചിലവർ ഏതൊക്കെയോ ടാരോ റീഡറിൻ്റെ അടുത്ത് പോയിട്ട് അവർക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമോഷൻസ് ഉണ്ടായി, അല്ലെങ്കിൽ പറ്റിക്കപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ അല്ലെങ്കിൽ ആ ഒരു ഇന്നർ ചൈൽഡ് വൂണ്ടായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് 100 മെസ്സേജസ് വരും, നിങ്ങൾ നന്നായി റീഡ് ചെയ്ത് തരില്ലേ, അക്യൂറേറ്റ് ആകില്ലേ, എനിക്കിങ്ങനെ അനുഭവം ഉണ്ട്. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ, വിശ്വാസം ഇല്ലെങ്കിൽ ചെയ്യേണ്ട. അവർക്ക് ട്രസ്റ്റ് ഇഷ്യൂ വന്നത് അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാവരും ഒരുപോലെ ആവില്ല, എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ, ഓരോരുത്തരും ഓരോ ടൈപ്പാണ് എന്ന് കരുതി എല്ലാവരും ഒരു കണ്ണിൽ കാണാൻ പാടില്ല. അത് നമ്മുടെ ഇഷ്യൂ ആണ്, മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ടാരോ കോഴ്സ് പഠിക്കാൻ ഡിസംബർ 1 ഒക്കെ ആകുമ്പോഴേക്കും നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബുക്ക് ചെയ്തിടുക ടാരോ കോഴ്സ്. ടാരോ പറഞ്ഞു തരാം, ഞാൻ ടാരോ റീഡർ ആയതുകൊണ്ട് അങ്ങനെ പറയുന്നതല്ല കേട്ടോ. ടാരോ ശരിക്കും എനിക്കും ഈ ഒരു സ്പിരിച്വൽ ജേർണിയിൽ ടാരോ ഒരുപാട് ഐ ഓപ്പണിങ് അല്ലെങ്കിൽ വിസ്ഡംസ് കിട്ടാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ടാരോയിൽ അതിൽ എന്താ പറയുക, നമുക്ക് നമ്മുടെ ലൈഫാണ് അത് പഠിപ്പിക്കുന്നത്. കുറേ കാര്യങ്ങൾ ഇൻറ്റ്യൂട്ടീവായിട്ട് ഓം ചാൻഡിങ് അല്ലെങ്കിൽ തേർഡ് ഐ ചക്ര ഓപ്പൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് ശരിക്കും ടാരോ ആണെന്ന് തന്നെ ഞാൻ പറയുന്നു. കാരണം എനിക്ക് ആ ഒരു ടാരോ കോഴ്സിലൂടെയൊക്കെയാണ് കൂടുതൽ സൈക്കിക് എബിലിറ്റീസ് കിട്ടിയത്. ഇപ്പോൾ ഓരോരുത്തരുടെ അടുത്ത് വരുമ്പോൾ തന്നെ എനിക്ക് എനർജി റീഡിങ്, ഓറ റീഡ് ചെയ്യാൻ പറ്റും. ഞാൻ എവിടെയും പോയി അത് കോഴ്സായിട്ട് പഠിച്ചിട്ടില്ല. സ്പിരിച്വലി പോകുമ്പോൾ കുറേ സൈക്കിക് ആയിട്ടുള്ള എബിലിറ്റീസ് കിട്ടും. എനിക്ക് തന്നെ ഒരാൾ എൻ്റെ പ്രസൻസ് വരുമ്പോൾ ചിലർ പറയുമ്പോൾ എനിക്ക് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് മാഡം ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ ആ റിലേഷൻഷിപ്പ് റീഡ് ചെയ്യേണ്ട, നിങ്ങൾ കരിയറിലേക്ക് ഫോക്കസ് ചെയ്യുമെന്ന് പറയുന്നത്. എനിക്ക് ആ ഒരു റിലേഷൻഷിപ്പ് അത്ര ഇതായിട്ട് ഫീൽ ചെയ്യാറില്ല ഒരു ഓറയിൽ. പക്ഷെ അതവർക്ക് മനസ്സിലാവില്ല. കാരണം കുറേ കൊല്ലങ്ങളായിട്ട് റിലേഷൻഷിപ്പിലാകുമ്പോൾ അവരൊക്കെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ ആ റിലേഷൻഷിപ്പിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട മക്കളെ, അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ യൂസ് ഇല്ല എന്നാണ് എനിക്ക് അപ്പോൾ തന്നെ ഉത്തരം കിട്ടും. അപ്പോൾ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിശ്വസിക്കുക, പിന്നീട് നിങ്ങൾക്ക് അത് സത്യമായിട്ട് വരും. ഓക്കെ,
അപ്പോൾ ഞാൻ പറയാൻ കേട്ടോ. അപ്പോൾ ടാരോ കോഴ്സ് പേഴ്സണൽ റീഡിംഗ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ദയവ് ചെയ്ത് റീഡിങ്സിന് വേണ്ടി മാത്രം മെസ്സേജ് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും ഞാൻ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ ഹീലിങ്ങിലൂടെ കടന്നു പോവുകയാണ്. ഞാൻ ആരുടെ അടുത്ത് പോലും അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല, ഡിറ്റാച്ച്ഡ് ആണ്. നിങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാനാണ്. കാരണം യൂണിവേഴ്സ് എന്നോട് പറയുന്നുണ്ട്, കുറേ പേര് വൈബ്രേഷൻസ് പുറത്തേക്ക് കൊടുക്കുന്നുണ്ട് വേൾഡിലേക്ക്. അതിൻ്റെ നെഗറ്റീവ് വൈബ്രേഷൻസ് ഭൂമിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കുറേ ഹീലേഴ്സ് കൂടി വരുന്നത്. കാരണം ഇങ്ങനെ ചാനലിലൂടെ ഗൈഡൻസസ് കൊടുക്കുമ്പോൾ അവരിലേക്ക് വൈബ്രേഷൻസ് എത്തി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾക്കും കൂടി അതിൻ്റെ ഒരു പാർട്ടുണ്ട് ഈ ഭൂമിയിലെ വൈബ്രേഷൻസ് നെഗറ്റിവിറ്റി ആവുന്നതിന്. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ അത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എനർജിമായിട്ട് ടാപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ റീഡിങ്സ് എടുക്കാം. അല്ലെങ്കിൽ എന്തൊക്കെ ഹീലിങ്സ് ഒക്കെ ഉണ്ടോ, സബ് കോൺഷ്യസ്, ഡിസ്റ്റൻറ്റ് ഹീലിംഗ്, കർമ്മ ക്ലിയറൻസ്, ബ്ലാക്ക് മാജിക് എനർജീസ് ഉണ്ടെങ്കിൽ കർമ്മ ക്ലിയറൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീട്ടിൽ നെഗറ്റീവ് എനർജീസ് ഉണ്ടെങ്കിൽ വീട്ടിലത്തെ നിങ്ങൾ ഫോട്ടോ അയച്ചിരുന്നാൽ മതി. എനിക്ക് ഹീൽ ചെയ്ത് ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. കറൻ്റ് 21 days ആയിരിക്കും ആ ഹീലിംഗ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിന് പേയ്മെൻറ്റ് ഒക്കെ പെയ്ഡ് ആയിരിക്കും കേട്ടോ. എന്തുകൊണ്ടാണ് പെയ്ഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്തുതരാം. അപ്പോൾ വീഡിയോ വലുതാവും. ഓക്കെ, സോ താങ്ക് യു.